സമർപ്പണത്തോടെ നമുക്ക് ഒരിക്കൽ കൂടി പാടാം. വഴി നടത്തും നല്ല നിന്നെ ഉയർത്തിയിടും ഞാൻ, ആരാധിച്ചിടും എന്നോ കരങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് എന്നെ പരിപൂർണമാ സമർപ്പിക്കുന്നേ, നന്ദിയോടെ ഞാൻ വണങ്ങിടുന്നേ, മഹത്വത്തിനും സ്തോത്രത്തിനും യോഗ്യനായവൻ, എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും വാഴ്ത്തിടും കുഞ്ഞാടിന്റെ മുൻപിൽ. ഒന്ന് ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. അന്നു മുതൽ ശൗലിന് ദാവീദിനോട് കണ്ണുകടി തുടങ്ങി. ജീവവചനത്തിന്റെ ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അസൂയയും അനന്തരഫലങ്ങളും എന്നൊരു വിഷയമാണ് ഇന്ന് പ്രഭാതത്തിൽ നാം ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. ഒരു വിശ്വാസിയുടെ ആത്മീക ജീവിതത്തിൽ വിജയകരമായ ആത്മീക ജീവിതം നയിക്കണമെങ്കിൽ, ദൈവിക വാഗ്ദത്തങ്ങൾ നിറവേറ്റപ്പെടണമെങ്കിൽ, ദൈവത്തിൻ്റെ കരുണ കൃപ കടാക്ഷങ്ങൾ അവൻ്റെ മേൽ വീഴ്ത്തപ്പെടണമെങ്കിൽ, അസൂയയുടെ അനന്തരഫലങ്ങൾ അവൻ്റെ ജീവിതത്തിൽ അവളുടെ ജീവിതത്തിൽ ഉളവാക്കരുത് എന്നൊരു വിഷയം ഈ വാക്യത്തെ ആധാരമാക്കി നാം ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നു. പ്രാർത്ഥനയോടെ ദൈവവചന കേൾവിയിലേക്ക് നമുക്കൊരുമിച്ച് പ്രവേശിക്കാം. കുടപ്പിറപ്പുകളെ, ദൈവം തൻ്റെ ജനത്തിന് രാജാവായിരിക്കുവാൻ തിരഞ്ഞെടുത്ത ദാവീദ് എന്ന ഭക്തനായ മനുഷ്യൻ തനിക്ക് ദൈവത്തിലുള്ള ആശ്രയത്താൽ
ശൗലിന്റെ യുദ്ധങ്ങൾ ഒന്നൊന്നായി ജയിച്ചപ്പോൾ ശൗലിന് ആദ്യം സന്തോഷം തോന്നിയെങ്കിലും ദാവീദ് യുദ്ധം ജയിച്ച് ജയാളിയായി മടങ്ങി വരുമ്പോൾ പട്ടണത്തിന്റെ തെരുക്കളിൽ സ്ത്രീകൾ പാടിയ ഗാനപ്രതിഗാനം ഇപ്രകാരമായിരുന്നു: ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 എന്നാണ് അവരെ ആർത്ത് പാടിയത്. ഈ ഗാനപ്രതിഗാനം കേട്ട ശൗലിന് ദാവീദിനോട് കടുത്ത കോപമുണ്ടായി. ഈ പാട്ട് അവന് അനിഷ്ടമായി തീർന്നു. അവർ ദാവീദിന് 10,000 കൊടുത്തു, എനിക്ക് 1000 മാത്രമേ തന്നുള്ളൂ എന്നായിരുന്നു ശൗലിന്റെ പ്രതികരണം. അന്നു മുതൽ ദാവീദിനോട് ശൗലിന് കടുത്ത കണ്ണുകടി തുടങ്ങി. ദാവീദിന് ദൈവത്തിന്റെ ജനം ശ്രേഷ്ഠസ്ഥാനം കൊടുത്തു എന്ന് കണ്ടപ്പോൾ അത് ആ ശൗലിന്റെ ജീവിതത്തിൽ വ്യാപരിച്ച കോപം, തന്നിൽ നിറഞ്ഞു നിന്ന അസൂയ പരമാണുകോടിയിലായി. അവന്റെ കോപം ഇരട്ടിച്ചു. അത് ഒരു കൊലപാതക ശ്രമത്തിലേക്ക് തന്നെ അവനെ നയിക്കുവാനിടയായി എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുന്നു. പ്രിയരെ, ശൗലിൽ ദുരാത്മാവ് കയറി. 2 വട്ടം ദുരാത്മാവിനാൽ ബാധിതനായി ശൗൽ എന്ന് പറയുന്ന രാജാവ് ദാവീദിനെ കൊല്ലാൻ അവൻ ശ്രമിച്ചുവെങ്കിലും ആ 2 പ്രാവശ്യവും ഭക്തനായ മനുഷ്യൻ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവൻ, നിറഞ്ഞവൻ ദാവീദ് ആ കൊലപാതക ശ്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് തിരുവചനത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. ദൈവം ദാവീദിനോട് കൂടെയുണ്ടായിരുന്നു എന്നുള്ളതാണ് താൻ രക്ഷപ്പെടുവാൻ കാരണമായി തീർന്നത്. ജനം ദാവീദിന് സ്ഥാനം കൽപ്പിക്കുന്നതിന് മുന്നമേ തന്നെ ദൈവം ദാവീദിന് ശ്രേഷ്ഠസ്ഥാനം കൊടുത്തിരുന്നു എന്ന് നമുക്ക് വചനകേൾവിയിൽ നിന്നും വചന പാരായണത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. കൂടപ്പിറപ്പുകളെ, കണ്ണുകടി ഒരു ആത്മീക രോഗമാണ്. അന്യനെ ദൈവം അനുഗ്രഹിക്കുന്നത് കാണുമ്പോഴും, കൂട്ടുകാരനെ ദൈവം ഉയർത്തുന്നത് കാണുമ്പോഴും, സഹോദരനെ ദൈവം ഉപയോഗിക്കുന്നത് കാണുമ്പോഴും, കൂടെയുള്ളവരുടെയൊക്കെ ഉയർച്ച കാണുമ്പോഴും ഹൃദയംഗമായി സ്തോത്രം പറയുവാനോ സന്തോഷിക്കുവാനോ അഭിനന്ദിക്കുവാനോ ഒരു ആത്മീകന് മാത്രമേ കഴിയുകയുള്ളൂ എന്നാണ് തിരുവചനം നമുക്ക് തരുന്ന വ്യക്തമായ ഉപദേശം. നാം അപ്രകാരമായിരിക്കണം എന്നാണ് ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം. ദൈവാത്മാവ് അതിനുവേണ്ടി നമ്മെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുമ്പോൾ, കൂടപ്പിറപ്പുകൾ, ദൈവാത്മാവിന് വിരോധമായി, ദൈവഹിതത്തിൻ്റെ ആഗ്രഹത്തിന്, ദൈവാലോചനയ്ക്ക് വിരുദ്ധമായി നിന്ന് ദൈവഹൃദയത്തെ വേദനിപ്പിക്കുന്നവരായി നാം തീരരുത് എന്ന് നാം വളരെയേറെ മനസ്സിലാക്കിയിരിക്കണം. പല പല പാപപ്രവൃത്തികളുടെയും അടിസ്ഥാന കാരണം കൂടപ്പിറപ്പുകളെ അസൂയയാണ്. അസൂയ ഉളവാകാൻ കാരണങ്ങൾ ഇങ്ങനെ പറയാം: അന്യന്റെ ഭാഗ്യം തൻ്റെ ദൗർഭാഗ്യമെന്നും, അന്യന്റെ വിജയം തൻ്റെ പരാജയമെന്നും, അന്യന്റെ അനുഗ്രഹം തൻ്റെ ശാപമെന്നും ഒരു അസൂയാലു അങ്ങനെയാണ് കരുതുന്നത്. അസൂയ ഉള്ളിലുള്ളവർ അകാരണമായി അന്യനെ സംശയിക്കുകയും അവനെ ശത്രുവായി കണ്ട് ദ്വേഷിക്കുകയും ചെയ്യുന്നു. സങ്കീർത്തനത്തിൽ വായിക്കുന്നു: ദുഷ്ടന്റെ സൗഖ്യം കണ്ടിട്ട് അഹങ്കാരികളോട് അസൂയ തോന്നരുത് എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന വാക്യം. തിരുവചനം പഠിക്കുമ്പോൾ അസൂയ വ്യാപരിച്ച പല വ്യക്തികളെ നമുക്ക് കാണാൻ കഴിയും. യഹോവ ഹാബേലിന്റെ വഴിപാടിൽ പ്രസാദിച്ചത് കയീന് അസൂയയ്ക്ക് കാരണമായി. ആ അസൂയ സഹോദരനോടുള്ള കോപത്തിലേക്കും ആ കോപം തൻ്റെ സഹോദരന്റെ കൊലപാതകത്വത്തിലേക്കും നയിക്കുവാനിടയായി. അപ്പൻ ഇളയ മകനായ യോസഫിനെ അധികം സ്നേഹിച്ചു എന്നുള്ള ഏക കാരണത്താൽ സഹോദരന്മാരുടെ അസൂയ നിമിത്തം യോസഫ് മിസ്രയീമിൽ അടിമയായി വിൽക്കപ്പെടുവാനിടയായി. യാക്കോബിന്റെ ഭാര്യയായ റാഹേൽ തനിക്ക് മക്കൾ ജനിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ മക്കൾ ജനിക്കുന്ന തൻ്റെ സഹോദരിയായ ലേയയോട് അസൂയപ്പെട്ടു. എന്തിനേറെ പറയുന്നു, ബാല്യം മുതൽ മോശയോട് കൂടെ നടന്ന് തനിക്ക് ശുശ്രൂഷകനായ യോശുവ പോലും അസൂയപ്പെട്ടു എന്ന് സംഖ്യാപുസ്തകത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നു. കൂടപ്പിറപ്പുകളെ,
നാം വളരെയേറെ സൂക്ഷിക്കേണ്ട ഒരു വിഷയമല്ലേ ഇത്? തീർച്ചയായിട്ടും നമ്മെ വളരെയേറെ സൂക്ഷിക്കേണ്ടിയ, ഒഴിഞ്ഞിരിക്കേണ്ടിയ ഒരു വിഷയമാണ്. അസൂയ ഒരുവന്റെ നാശത്തിലെ കലാശിക്കും. ഏവരിലും അസൂയയുടെ, കണ്ണുകടിയുടെ ശക്തി വ്യാപരിക്കുവാനിടയുണ്ട്. ആത്മികന്റെയും അനാത്മികന്റെയും ലോകക്കാരുടെയും മേൽ ഇത് വ്യാപരിക്കും. എന്നാൽ അതിൻ്റെ അളവിന് വ്യത്യാസമുണ്ടായിരിക്കുമെന്ന് മാത്രം. എന്നാൽ ഒരു ആത്മികൻ തന്നിലുള്ള അസൂയയുടെ പ്രകൃതം പൊങ്ങി വരുമ്പോൾ അത് വചനത്താലും ആത്മാവിനാലും അതിനെ ജയിക്കുന്നവനായിരിക്കും. അസൂയ ബാധിച്ച വ്യക്തി തൻ്റെ ജീവിതത്തിൽ സുഖമോ സന്തോഷമോ സംതൃപ്തിയോ ഐശ്വര്യമോ സൗഖ്യമോ ആത്മാവിൻ്റെ നടത്തിപ്പോ അനുഭവിക്കുന്നില്ല. എപ്പോഴും മറ്റുള്ളവരുടെ കാര്യം ചിന്തിച്ച് ഹൃദയം കലങ്ങി മനസ്സെപ്പോഴും എരിഞ്ഞുകൊണ്ടേയിരിക്കും. പരിണിത ഫലം എന്ന് പറയുന്നത് മാനസിക സംഘർഷവും തൽഫലമായി മാറാരോഗങ്ങളും ഒക്കെയായിരിക്കും ഉണ്ടാകുക. മരുന്ന് കഴിച്ചാൽ മാറാത്ത രോഗങ്ങളുടെ പുറകിൽ ഒരു ആത്മാവ് വ്യാപരിക്കുന്നുണ്ട് എന്ന് വ്യക്തമായി തിരിച്ചറിയണം. അന്യരുമായി, സഹോദരങ്ങളുമായി പ്രിയരെ, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുടെ വിജയപരാജയങ്ങൾ താരതമ്യം ചെയ്യരുത്. സദൃശവാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു: ശാന്ത മനസ്സ് ദേഹത്തിന് ജീവൻ, അസൂയയോ അസ്ഥികൾക്ക് ദ്രവത്വം. പ്രിയരെ, അസൂയയാൽ അന്യോന്യം പോർ വിളിച്ചും ചതിയുടെ മാർഗം പ്രയോഗിച്ചും പോരെടുത്തും പകപോക്കൽ നടത്തിയും ഒക്കെ ലോകമക്കൾ തങ്ങളുടെ കോപം പ്രകടിപ്പിക്കുന്നവരാണ്. എന്നാൽ അനാത്മികർ ഒളിഞ്ഞും മറഞ്ഞും പോരെടുക്കുകയും അപവാദ പ്രചരണം നടത്തുകയും ചെയ്ത് വൃഥാഭിമാനികൾ ആകുകയും ചെയ്യും. എന്നാൽ ഒരു ആത്മീയൻ ദൈവത്തിൽ ആശ്രയിക്കുകയും സന്തോഷിക്കുകയും സ്തോത്രം പാടുകയും ചെയ്യുന്നവനായി ദൈവത്തെ മഹത്വപ്പെടുത്തും. ആകയാൽ പ്രിയരെ, നാം അന്യോന്യം പോരിന് വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടും കൊണ്ട് വൃഥാഭിമാനികളാകരുത് എന്ന ശക്തമായ ഉപദേശം അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ ലേഖനത്തിൽ ദൈവമക്കൾക്ക് കൊടുക്കുന്നത് നമുക്ക് വായിച്ച് അറിവുണ്ടല്ലോ. അസൂയ അത് മനുഷ്യനെ മനുഷ്യൻ നിന്നും ദൈവത്തിൽ നിന്നും അകറ്റുമെന്നതിനാൽ ജീവിതത്തെ നാം സൂക്ഷിക്കുക. 1 പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നത് സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. കുടപ്പുറപ്പുകളെ, നാം ആരാണെന്നറിയുവാനുള്ള ഒരു പരിശോധന കൂടിയാണിത്. ആരോടും അസൂയപ്പെടരുത്. നാം ആരാണെന്നും നമ്മുടെ ആത്മീക അവസ്ഥ എങ്ങനെയുള്ളതാണെന്നും തിരിച്ചറിയാൻ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി: അന്യന്റെ ഉയർച്ചയിൽ സന്തോഷത്തോടെ സ്തോത്രം പറയാനും സഹോദരന്റെ സന്തോഷത്തിൽ സന്തോഷിക്കുവാനും കഴിയുന്നുണ്ടോ എന്നുള്ളത് ഇന്ന് പകലിൽ ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഒന്ന് പരിശോധിച്ചറിയാം. നമ്മെ തന്നെ ഒരു ആത്മശോധനയ്ക്ക് വിധേയപ്പെടുത്താം. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം, ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചനം ഞങ്ങൾ ശ്രദ്ധയോടെ വായിക്കുവാനും കേൾക്കുവാനും ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും നൽകി തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ ആത്മീയരായി തന്നെ ജീവിക്കുവാൻ, അസൂയ എന്ന വിപത്ത് ഒരിക്കലും ഞങ്ങളിൽ പ്രവേശിക്കുവാൻ, ഞങ്ങളിൽ ഉളവാകുവാൻ സമ്മതിക്കാതെ വളരെ സൂക്ഷ്മതയോടെ ആത്മീയ ജീവിതത്തിൻ്റെ ഉടമകളായി ദൈവത്തിൻ്റെ സന്നിധിയിൽ സന്തോഷിക്കുവാൻ, അന്യൻ്റെ ഉയർച്ചയിൽ സ്തോത്രം പറയാൻ, സഹോദരൻ്റെ നന്മയിൽ സന്തോഷിക്കുവാൻ കർത്താവെ ഞങ്ങൾക്കിടയാകുമാറ് ഞങ്ങളിൽ ആത്മാവിൻ്റെ കൃപ പകർന്നു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം. വചനം ഞങ്ങളെ ബലപ്പെടുത്തി ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തന്നെ മുൻപോട്ട് കാഴ്ചപ്പാടുകൾ വയ്ക്കുവാൻ ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കണമേ. പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ മക്കളുടെ മേൽ, സമർപ്പിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവിൻ്റെ കൃപ പകരണമേ. യേശുവിൻ്റെ നാമത്തിൻ്റെ അധികാരം ഞങ്ങളുടെ മക്കളുടെ മേൽ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന് ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്ന പച്ച ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.
കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി. ഉയർത്തിടുന്നേ. എന്നെ പരിപൂർണ്ണമായി സമർപ്പിക്കുന്നേ. നന്ദിയോടെ ഞാൻ വണങ്ങിടുന്നേ. കരങ്ങളുയർത്തിടുന്നേ. എന്നെ പരിപൂർണ്ണമായി സമർപ്പിക്കുന്നേ. സ്വീകരിക്കണേ. മഹത്വം 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 സ്തുതി. മാത്രം സകല മഹത്വം. ആമേൻ. മഹത്വം 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 സ്തുതി. സർവമഹത്വത്തിനും സ്തോത്രത്തിനും എല്ലാമൊട്ടും മടങ്ങും. എല്ലാ നാവും വാഴ്ത്തിടും. കുഞ്ഞാടിന്റെ മുൻപിൽ സർവമഹത്വത്തിനും സ്തോത്രത്തിനും യോഗ്യനായവൻ. എല്ലാമൊട്ടും മടങ്ങും. എല്ലാ നാവും വാഴ്ത്തിടും. കുഞ്ഞാടിന്റെ മുൻപിൽ സർവമഹത്വത്തിനും സ്തോത്രത്തിനും